ഈ ലോകകപ്പിന്റെ ആവേശം അത് പങ്കെടുക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ പങ്കുവെക്കുമ്പോഴൊക്കെ ഒരുപാട് ഫുട്ബോൾ ആരാധകർ നിരീക്ഷകരൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിൻ പുറത്തുമുള്ള ചില ഫുട്ബോൾ നിരീക്ഷകരൊക്കെ വല്ലാത്ത തോതിൽ ചർച്ച ചെയ്യാവുന്നുണ്ട്. അങ്ങനെ ചർച്ച ചെയ്ത ഒരാളാണ് മലപ്പുറത്തെ സുബൈർ വാഴക്കാട്. അപ്പോൾ സ്പെയിനെതിരെ ആദ്യം തന്നെ ഗോൾ അടിച്ചില്ലെങ്കിൽ അർജന്റീനയ്ക്ക് മത്സരം കടുത്ത വെല്ലുവിളിയാകും എന്നാണ് ഫുട്ബോൾ നിരീക്ഷകനായിട്ടുള്ള സുബൈർ വാഴക്കാട് പറയുന്നത്. സ്പെയിൻ്റെ വേഗത്തിലുള്ള ഈ ടിക്കി ടാക്ക പോലുള്ള ശൈലി, അത് ഹൈബ്രിഡ് ശൈലിയാണ്. ഇപ്പോൾ എന്താണെങ്കിലും അത് അർജന്റീനയെ കുഴപ്പിക്കാൻ സാധ്യതയുണ്ട്. മെസ്സി തന്നെ ലോകകപ്പ് വീണ്ടും ഉയർത്തണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിലും അത് അത്ര എളുപ്പമല്ല എന്നാണ് കടുത്ത അർജന്റീന ആരാധകൻ കൂടിയായിട്ടുള്ള സുബൈർ വാഴക്കാട് പറയുന്നത്. നമ്മൾ ഈ ലോകകപ്പ് തുടങ്ങണതിന്റെ ആദ്യത്തില് സുബൈർ വാഴക്കാടിനെ കണ്ടപ്പോൾ സുബൈർക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, രണ്ടാമതും അർജന്റീനയെ കപ്പടിക്കുന്നു. അപ്പോൾ ഫൈനൽ വിസിൽ മുഴങ്ങാൻ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളപ്പോഴും സുബൈർക്ക് എന്താണ് പറയണത് നമുക്ക് ചോദിക്കാം. അതന്നെയാണോ പറയുന്നത്? ഇപ്പൊ ലോകം എല്ലാവരും കരുതിയിരുന്നത് ഫ്രാൻസിനേനി. അപ്പൊ ഫ്രാൻസിന്റെ സ്പെയിന് കീഴടക്കി. പിന്നെ ഫ്രാൻസിന്റെ ആ ലൈൻ പിന്നെ കോച്ച്, പിന്നെ ലൂയിസ് ഡെലഫോണ്ടെന്ന് പറഞ്ഞ കോച്ച് അസാധ്യമായ കോച്ച് തന്നെ. കാരണം എംബാപ്പ, അതേമാതിരി പിന്നെ ബാർക്കോള, അതുപോലെ ഒലീസ, അതുപോലെ ഉസ്മാൻ ഡംബലൊന്നും കളത്തിൽ നമ്മൾ കണ്ടില്ല. അപ്പൊ ഫ്രാൻസിന്റെ ആ ലൈനപ്പ് അതുപോലെ പൂട്ടിയത് കോച്ചിന് സമ്മതിച്ചേ പറ്റൂ. അപ്പൊ യൂറോപ്പിലെ പിന്നെ 2010 ചാമ്പ്യന്മാരാണ് സ്പെയിൻ. ആകെ ഒരു കിരീടം നേടിയത്. ഇപ്പൊ സ്പെയിൻ നല്ല യൂറോ കപ്പ് നേടിയെന്ന് കഴിഞ്ഞാൽ അപ്പൊ സ്പെയിന് ഇത് ഫസ്റ്റ് കേബർത്തലോട് കണ്ട സ്പെയിൻ അല്ല. ഇപ്പൊ സ്പെയിൻ ഭയങ്കര സെറ്റാണ്, ഭയങ്കര ഡിഫൻസ് കളിക്കൂല. സ്പെയിൻ നല്ല അറ്റാക്കിങ് ഫുട്ബോൾ കളിക്കുന്ന ടീം തന്നെയാണ് സ്പെയിൻ. യമാല് നല്ല ഫോമിലാണ് യമാല്. അപ്പം പിന്നെ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിന്റെ പൂട്ടി ആത്മവിശ്വാസത്തിലാണ് സ്പെയിനുള്ളത്. അർജന്റീനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റത്തെ കളിയും രണ്ടാമത്തെ കളി മൂന്നാമത്തെ കളി വീക്ക് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു യഥാർത്ഥ അർജന്റീന ആയി കഴിഞ്ഞാൽ ബ്രിട്ടനെ കീഴടക്കാൻ ഞാൻ പറഞ്ഞ യഥാർത്ഥ അർജന്റീന ആയി അന്ന്. കാരണം അർജന്റീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ആരും കെയ്നും ബെല്ലിങ്ങാമൊന്നും കളത്തിലെ നമ്മൾ കണ്ടില്ല. അതുപോലെ തന്ത്രങ്ങളും സ്കലോണി നല്ല തന്ത്രമായി പൂട്ടി. പിന്നെ സ്കലോണിയുടെ അവസാന ഇറക്കണ്ടല്ല, കാരണം കളിക്കാരെ ഡീപോൾ വന്ന്, അതുപോലെ മാർട്ടിനസ് വന്ന്, അതേമാതിരി ഓട്ടോമെന്റ് വന്ന്, നിക്കോളാസ് ഗോൺസാലസ്. അപ്പോൾ ഓലൊക്കെ വന്നതോടുകൂടി ഒരു കളി മാറി. പിന്നെ അർജന്റീനയ്ക്ക് ഒരു പ്രത്യേകത എതിരാളികൾ ഗോളടിച്ച് കുടുങ്ങുന്ന ഒരു കളിയപ്പോൾ. കാരണം ഒരു 70 മിനിറ്റ് മുതൽ അർജന്റീന തുടങ്ങും. ഈ 3-4 കളിയിലാണ് 70 മിനിറ്റ് തുടങ്ങി 95 മിനിറ്റ് വരെ പിടിച്ചിക്ക ഒരു ഡിഫൻസ് ഇതേവരെ കഴിഞ്ഞില്ല. അപ്പൊ സ്പെയിനെ സംബന്ധിച്ചോളം സ്പെയിൻ ഇറങ്ങി കളിക്കുന്ന ടീമാണ്. ഇപ്പൊ അത് ഇതേപോലെ സ്പെയിനെ സംബന്ധിച്ചോളം ഡിഫൻസ് താങ്ങൂലാണ് പ്രതീക്ഷ. അപ്പൊ സ്പെയിന് പൂർണ്ണമായിട്ട് ഇറങ്ങാനും പ്രശ്നമാണ്. യമാലി ഫോർവേഡ് ഉണ്ടായിട്ടില്ല. അർജന്റീന ഫോർവേഡ് ശക്തമാണ്. അപ്പൊ സ്പെയിൻ്റെ ഡിഫൻസും ജാഗ്രത പാലിക്കും. അപ്പൊ ഒരു യൂറോപ്യൻ രാജ്യം, ലാറ്റിൻ അമേരിക്കൻ രാജ്യമുള്ള പോരാട്ടത്തിൽ കടുത്ത പോരാട്ടം ഉണ്ടാവും. സ്പെയിനിന്റെ ടിക്കിട്ടാക്ക തന്ത്രവും അതെ അത് ടിക്കിട്ടാക്ക തന്ത്രം പറഞ്ഞാൽ ഡിഫൻസ് പിടിക്കാൻ കുറെ പ്രയാസമാണ്. ഈ കുറിയ പാസിലാവുമ്പോഴേ ഈ ഐബോൾ വരുമ്പോ ഡിഫൻസ് താങ്ങാതെ, കുറിയ പാസ് ആകുമ്പോൾ ഡിഫൻസ് കുറച്ച് ബുദ്ധിമുട്ട് വരും. അതാണല്ലോ. പിന്നെ അത് മാത്രമല്ല ഫൈനലിസം നടക്കാതെ പോയി. ഖത്തറിൽ നടക്കേണ്ട അമേരിക്കന്റെ യുദ്ധത്തിന്റെ പ്രശ്നത്തിൽ നഷ്ടപ്പെട്ട് അത് ലോകം ഉറ്റുനോക്കി ഞാൻ ഫൈനൽ. അതേമാതിരിയുള്ള കളിയാണ് വരാൻ. ഫൈനലിസമിന്റെ ഒരു ആവർത്തനാണിത്. അർജന്റീന തന്ത്രം എന്ന് പറഞ്ഞാൽ ഡിഫൻസിൽ താങ്ങൽ തന്നെ ആയിരിക്കും. ഡിഫൻസിൽ താങ്ങിയിട്ട് സ്പെയിനെ കൗണ്ടർ അറ്റാക്കിങ് നടത്താനാണ് സാധ്യത. സ്പെയിന് ഈ ടിക്കിറ്റാക്ക കളിയാണല്ലോ. അപ്പോൾ ഓലെ ഡിഫൻസിൽ തടിയല്ലാതെ മാർഗമില്ല. യമാലിനെ ഒക്കെ തടിയും. പിന്നെ ഡിഫൻസ് നല്ല ഭദ്രത നിന്നിട്ട് ഒറ്റപ്പെട്ട മുന്നേറ്റമായിരുന്നു നടക്കുക. ആദ്യ പകുതിയിൽ ഗോൾ അടിക്കാതെ അവസാന പകുതിയിൽ ആക്രമണം അടിച്ചുവിടും. അതെല്ലാ കളിയും അങ്ങനെ വിജയിക്കണമെന്നില്ല. കാരണം എന്താ അറിയോ, ഇപ്പൊ കളിയൊക്കെ ആയി. പക്ഷേ സ്പെയിന് പോലത്തെ ടീമിനെതിരെ അവസാന നിമിഷം അങ്ങനെ കിട്ടണമെന്നില്ല. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഉനൈസ് സോമൻ നല്ല ഫോമിലാണ് ഗോളി. പക്ഷെ എല്ലാ കളിയും അങ്ങനെ കിട്ടണമെന്നില്ല. ഫസ്റ്റിൽ അർജന്റീന ഗോൾ അടിച്ചാൽ വിജയിക്കും. കാരണം അർജന്റീന ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഡിഫൻസ് താങ്ങാത്ത ടീമാണ് സ്പെയിൻ. അപ്പൊ ഗോൾ അടിക്കുന്ന സമയത്ത് സ്പെയിൻ ഒന്നായിട്ട് തിരിച്ചടിക്കുന്ന സമയത്ത് കുറഞ്ഞായി ഡിഫൻസ് സ്പെയിൻ്റെ. അപ്പൊ ഒന്നും കൂടി അടിക്കാം. ഇതുവരെ കളിച്ച മാതിരി അവസാന 20 മിനിറ്റ് പിടിച്ചോളാം എല്ലാ കളി കിട്ടണമെന്നില്ല. അപ്പൊ ആദ്യത്തെ ഗോള് അർജന്റീന അടിക്കായിരിക്കും. അർജന്റീന തിരിച്ചടിക്കുന്ന ടീമാണ്. പക്ഷെ ഫസ്റ്റിൽ അടിക്കായിരിക്കും ഏറ്റവും വലിയ എളുപ്പം. എന്റെ അഭിപ്രായം ആത്മവിശ്വാസം ഉണ്ടാവും. ആത്മവിശ്വാസം ഉണ്ടാവും. അപ്പൊ ഗോൾ അടിക്കുന്ന സമയത്ത് സ്പെയിൻ ഒന്ന് ഇറങ്ങും. സ്പെയിൻ ഇറങ്ങുന്ന ടീമാണ്. അപ്പൊ കുറഞ്ഞ ഡിഫൻസ് കളിക്കണം. അപ്പൊ അങ്ങനെ കളിക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. കാരണം ഇപ്പൊ സ്കലോണി പറഞ്ഞ് യമാലിന് അർജന്റീന പൂട്ടാൻ സാധ്യത. അത് മാത്രമല്ല മെസ്സിക്ക് വേണ്ടി കളിക്കാർ ജീവൻ തന്നെ ത്യജിക്കും. അതാ പോയിന്റ്. ജീവൻ പോലും ത്യജിക്കും. മെസ്സിക്ക് ഒരു തുടർച്ചയായിട്ട് ഒരു കിരീടം. ഇതുവരെ ലോകത്ത് തുടർച്ചയായിട്ട് ടീം നേടി ഇറ്റലിയും ബ്രസീലുമാണ് തുടർച്ചയായിട്ട് കപ്പുട്ടി. അപ്പൊ അതിന്റെ റെക്കോർഡിൽ എത്താ മെസ്സിക്ക് ഒരു കിരീടം. അർജന്റീന ടീം മെസ്സി പോരാടുന്ന
നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് മെസ്സി ഒരുപക്ഷെ ഈ വേൾഡ് കപ്പ് ഫൈനലിൽ കളിച്ചു കഴിഞ്ഞാൽ വിരമിക്കാൻ പ്രഖ്യാപിച്ചേക്കാം. അദ്ദേഹത്തിന്റെ അവസാനത്തെ ഇന്റർനാഷണൽ മാച്ച് ആയിരിക്കും. വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് തോന്നുന്നത്? വ്യക്തിപരമായിട്ട് മെസ്സിനെ സംബന്ധിച്ചിടത്തോളം മെസ്സി ഇപ്പം എന്താണെന്ന് ഇപ്പോൾ ലോകത്ത് തെളിയിച്ചു കൊടുത്തല്ലേ. കാരണം മെസ്സിക്ക് 38-39 വയസ്സായി. ആ സമയത്തൊക്കെ മെസ്സിൻ്റെ മിനിയാന്ന് പിന്നെ കോർണറിൽ നിന്ന് പോയിട്ട് ലൗതാറ മാർട്ടിനസിന് ആ ഹെഡൊക്കെ കൊടുത്ത ഗോൾ. കാരണം 2-3 ആള് പോയിട്ട് ഹെഡ് കിട്ടിയില്ല. ഇവരുടെ തലക്ക് പാകത്തിന് അളന്ന് മുറിച്ച്. അപ്പം ലോകത്തെ ഒരു ജീനിയസാണ് ഇന്ന് മെസ്സി തെളിയിച്ച്. കാരണം തുടർച്ചയായി 2ാം ലോകകപ്പിലെ ഫൈനലിലെത്തി ലോക കിരീടം നേടി. മെസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഹങ്കാരമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കളിക്കാരനാണല്ലോ. ഞാൻ വലിയ ലോകത്തേറ്റവും വലിയ കളിക്കാരനായാണെന്നുള്ള ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഈ ലോക കിരീടം നേടിയാൽ ലോകത്ത് മെസ്സി എന്താണെന്ന് തെളിയിക്കാൻ പോവാണ്. മെസ്സി യമാൽ പോരാട്ടാവും. മെസ്സി കാരണം യമാലിനെ കുളിപ്പിച്ചിന്ന് എന്നാ കേൾക്കല. പോട്ടത്തിലൊക്കെ വരുന്നുണ്ട്, ഇപ്പോൾ ചിത്രത്തിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ യമാലിന് ഒരു അച്ഛൻ തന്നെയാണ് മെസ്സി. അപ്പൊ കളിക്കളത്തിൽ കണ്ടില്ലെങ്കിലും ബഹുമാനം ഉണ്ടാവും, അത് ഉറപ്പാ. കളിക്കളത്തിൽ സ്പെയിൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി പോരാടിയല്ലേ ഈ അർജന്റീന രാഷ്ട്രത്തിലും. അപ്പം കളിക്കളത്തിൽ അങ്ങനെ ഒരു ഇത് കുടുങ്ങിയ പ്രശ്നമാണ്. അപ്പോൾ കളി തുടങ്ങുമ്പോഴും കളി കഴിഞ്ഞാലൊക്കെ മനസ്സിൽ മെസ്സിൻ്റെ യമാലിന്റെ മനസ്സിൽ മെസ്സി ഉണ്ടാവും. കാരണം അതൊരു അച്ഛൻ്റെ ഒരു സ്ഥാനമാണ്. നിങ്ങളൊരു പ്രതീക്ഷ എങ്ങനെയാണ്? എത്ര ഗോളിന് ജയിക്കുന്നു? അത് ഇപ്പോൾ ഫൈനൽ ആയതുകൊണ്ട് പ്രതീക്ഷ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. സ്കോർ എക്സ്ട്രാ ടൈം ഒന്നും തള്ളിക്കളയാൻ പറ്റാത്ത ഗോളാണ്. എന്നാലും അർജന്റീനന്റെ പോസ്റ്റ് സ്പെയിൻ ഗോൾ ഇടും. കാരണം നല്ല അറ്റാക്കിങ് സ്പീഡ് ഗെയിമാണല്ലോ. അപ്പൊ എന്നാലും കൂടി 2-1 അർജന്റീന ലോക കിരീടം നേടുന്നതാണ് എന്റെ പ്രതീക്ഷ. പ്രതീക്ഷ അങ്ങനെയാണ്. അർജന്റീനയെ വിട്ടൊരു കളി സുബേർക്കാക്കില്ല. അർജന്റീന ആദ്യ പകുതിയിൽ തന്നെ അഗ്രസീവായ ഫുട്ബോൾ അഴിച്ചുവിടണം, അങ്ങനെ സ്പെയിനെ സമ്മർദ്ദത്തിലാക്കണം. എന്താണെങ്കിലും ഈ വേൾഡ് കപ്പ് അർജന്റീന നിലനിർത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.